ഇഡ്ഡലി കേട്ടോ. എന്ത് കൂട്ടി കഴിച്ചാൽ പത്തെണ്ണം കഴിക്കുന്ന തികയോന്നാണ്. തികയോന്നാണ്. എനിക്ക് തികയില്ല ഇഡ്ഡലി. നോക്കൂ രാവിലെ ഞാൻ ചളി അടിക്കാൻ ഇതാകട്ടെ. അപ്പോൾ ഇഡ്ഡലിക്ക് ഒരു പൊടി സാമ്പാർ ഉണ്ടാക്കാം. ഇഡ്ഡലിക്ക് ഒരു സാമ്പാറും ഒരു പൊടിയാണ് കേട്ടോ. അടിപൊളി പൊടി, ഇഡ്ഡലിപ്പൊടി. ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ പിള്ളേർ കാണാം, ലൈക്ക് ഷെയർ ചെയ്യുക. ഇരുത്തം നോക്ക്. അയ്യോ നന്നായി പോണം. നല്ല ചിത്രണ്ടോ? മേക്കപ്പ് ചെയ്യണച്ചാ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. രാവിലത്തെ പണി രാവിലെ ഇഡ്ഡലിയാണെങ്കിൽ അറിയാം. അല്ലെങ്കിൽ ഇടയ്ക്ക് കഞ്ഞി, ഇടയ്ക്കല്ല ദിവസം കഞ്ഞിയാണ്. മിക്കതും ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും. അത് രാത്രിയാണ്. ബാക്കി ഉണ്ടെങ്കിൽ കാലത്ത് കഴിക്കും. ഇത്രേ ഉള്ളൂ. ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒരു പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അത്രയും സിമ്പിളാണ്. അത്രയും സിമ്പിളാണ്. സിമ്പിൾ മുറുക്കിയെടുക്കട്ടെ കേട്ടോ. മുക്കിയെടുക്കട്ടെ. നമുക്ക് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. ചീഞ്ചട്ടിയും ചൂടാകട്ടെ. 1 ടേബിൾ സ്പൂൺ മുതിര അതൊന്ന് വറുത്തെടുക്കുക. ഇത് വെറൈറ്റി ഇഡ്ഡലിപ്പൊടിയാണ്. സൂപ്പർ ടേസ്റ്റി വെറൈറ്റി. എല്ലാം കഴുകിയതാണ് കേട്ടോ. മുതിര ചൂടാവ് നല്ല താമസമുണ്ട്. വറുക്കട്ടെ. വറുത്തെടുക്കുക. മുതിര വറുത്തുട്ടാ ഓരോന്നോരോന്ന് വറുത്തെടുക്കുക. മുതിര അവിടെ ഇരിക്കട്ടെ. നല്ല ബ്രൗൺ കളറാക്കി വറുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതും കൂടി വറുക്കട്ടെ. അത് നല്ല ചുമന്നിരിക്കണം. നന്നായി വറുത്തെടുക്കണം. ഉഴുന്നും അരിയിട്ടാ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അരി, പുഴുക്കലരി കേട്ടോ. ഇതൊന്ന് വറുക്കണം. അരി ചാട്ട് നോക്കും. പൊട്ടിക്കറി അരി മൂടി വെക്കണം, അല്ലെങ്കിൽ ഒക്കെ പോവും. അരിയും വറുത്ത് വന്നു കേട്ടോ. അതിവിടെ ഇരിക്കട്ടെ. പ്രത്യേക ടേസ്റ്റ്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ശകലം എണ്ണ ഒഴിച്ചിട്ട് ചെറിയ കഷ്ണം കായം ഒഴിക്കട്ടെ. പൊള്ളട്ടത്. കായം എന്താ മണ്ണിലിടുമ്പോൾ വീർക്കണേ? അത് പൊള്ളുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചോദിച്ചാൽ എന്താ പറയുക. ഇപ്പൊ കായ ശർക്കര പൊടി. കായം ആയിട്ടാ. എനിക്ക് 5-6 വറ്റൽമുളക്. ഉടനെ ഇതും ആയിട്ടാ. ഒന്നുമില്ല. ഇനി ഒന്നുമില്ല. ആറ് പൊടിക്കുക. ഇനി ആറട്ടെ. ഇതാ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി പൊടിച്ചിട്ട് വരിക. നമുക്ക് ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കട്ടാ. ഇതിലേക്ക് 1 കഷ്ണം മത്തൻ, 1 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, 2 തക്കാളി, 1 സവാള. കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ ഒന്നും കാണില്ല എന്ന് മാത്രം. എല്ലാം കൂടി എടുത്തതാണ്, നുറുക്കിയിട്ടതാണ്. പച്ചമുളക് 2 എണ്ണം, സവാള, തക്കാളി
എല്ലാം ഇട്ടിട്ടുണ്ട്. മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് മാത്രമില്ല. ക്യാരറ്റ് നമ്മുടെ കയ്യിലില്ല. തോര പരിപ്പിട്ടോ കഴുകി വെച്ച് ഒരു 5 മിനിറ്റ് മതി കറിയാവാൻ. ഞാൻ പറയില്ല, ഒരു 10 മിനിറ്റ് വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൊട്ടി വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, ഓക്കെ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കായത്തിന് ഇപ്പം നല്ല ലേശം കായം, രണ്ടും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇത് വാളംപുളി. ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന് വെള്ളം. ഭയങ്കര കോൺസെൻട്രേഷനൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത്. 2 വിസിൽ. 2 വിസിൽ വെന്താ നോക്കട്ടാ. ഓ, മത്തനും പരിപ്പും എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനി പറ്റിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി, ചെറിയൊരു കഷ്ണം ശർക്കര, തിളക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. അതിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് ഉപ്പിട്ടില്ല. കുഴപ്പമില്ല, ഉപ്പ് വേണമെങ്കിലും നന്നായി മല്ലിയില, ഫ്രഷ് മല്ലിയില. ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാ കടക്കാരൻ. നമ്മളല്ല കേട്ടാ, കടക്കാരൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് ഫ്രിഡ്ജില്ല, ഫ്രിഡ്ജ് പോലും ഇല്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഇഡ്ഡലി സാമ്പാറാണത്. സാമ്പാർ തിളച്ചു. ഈ ഇറക്കി ഞാൻ തളിച്ചു ചൂടാവട്ടെ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ചൂടാവട്ടെ. കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, കറിവേപ്പില, കറിവേപ്പില നല്ലോണം ഇട്ടിട്ട് സാമ്പാർ കൊഴുത്ത സാമ്പാർ ഇഡ്ഡലി കഴിക്കവാ. നമ്മൾ പൊടിയിട്ടാ പൊടിച്ചത് വേണ്ട, ഇങ്ങനെ പൊടിച്ചു. അതിലേക്ക് ആക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ 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 ആക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ എല്ലാം കൂടി മിക്സ് ചെയ്യാം. വേണമെന്നുള്ളത് മിക്സ് ചെയ്യാണെങ്കിൽ ഇങ്ങോട്ട് കഴിക്കാം. വന്നൂട്ടാ. സൂപ്പർ. നല്ല സാമ്പാർ, നല്ല പൊടി. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഈ പൊടി അതാ, ഈ സാമ്പാറും അതാ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല കൊഴുത്ത സാമ്പാർ അല്ലേ? പിന്നെ തിരക്കിലാണ്. പൊടി ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നോക്കാം, എണ്ണ ഒഴിക്കാണ്ട് കൊടുക്കാം കേട്ടോ. അതെ, നല്ല ടേസ്റ്റാണ്. മോതിരപ്പൊടി വിശന്നിട്ട് വയ്യ എനിക്ക്.
ഇതിങ്ങനെ എടുക്കുക ഇങ്ങനെ ഉടയ്ക്കുക അതിനുണ്ട് ഉണ്ണി എൻ്റെ പൊടി സാമ്പാറും സാമ്പാർ കിട്ടും പൊടി വെക്കട്ടെ. ഇങ്ങനെ ഉടയ്ക്കട്ടില്ലേ ഇതിലെപ്പോഴും ഉടച്ച് അതിനുണ്ടേട്ടാ അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പറാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ, സീ യു.